എൻ്റെ സാറാണല്ലോ. ആ ഹലോ സാറേ. ആ സതീശ, ഞങ്ങൾ ഇവിടെ ഇറങ്ങുക. അവിടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ? ആ ഇങ്ങോട്ട് പോകുന്നുണ്ട് സാറേ, എല്ലാം ഇവിടെ ഓക്കെ ആണ്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുക. അങ്കിളെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. എങ്ങനെയെങ്കിലും എനിക്ക് ഇലക്ഷന് ജയിക്കണം, അല്ലെങ്കിൽ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റൂല. ജയിക്കുമല്ലോ. എനിക്കൊരു ആഗ്രഹമുണ്ട്. മോളുടെ എന്താഗ്രഹം അങ്കിൾ സാധിച്ചു തരും. പറ മോളെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം. അതൊരു വല്ലാത്ത ആഗ്രഹമായി പോയല്ലോ മോളെ. ദേ ബാലേട്ടന് മോൻ ആദിത്യനും കൂടി വരുന്നുണ്ട്. നാട്ടുകാരെയും കുടുംബക്കാരെയും മുഴുവൻ കൂട്ടിക്കോ. അവർക്ക് കൊടുക്കാനുള്ള ചുള്ളയുണ്ടോ കയ്യില്? ദേ പിള്ളേര് ഇപ്പൊ വരും, അവര് കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കും. പിന്നെ ഒരു കാര്യം, സജീവേട്ടൻ ഇല്ലാത്തോണ്ടാണ് ഞാൻ അങ്കിളിനെ വിളിച്ചത്. അപ്പൊ കാര്യങ്ങളെല്ലാം അങ്കിള് നോക്കിക്കൊള്ളണം. എത്ര നേരമായിരുന്നു നോക്കി തുടങ്ങിയിട്ട്? നീ സമാധാനപ്പെടുന്നത് ഇങ്ങ് വരും. മാസം മാസം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഓസിന് ടൂർ പോകാറുന്നില്ലടാ. അത് ശരിയാ. ഈ രാമക്കൽമേട് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണോ? രാമക്കൽമേട് എന്ന് പറഞ്ഞാൽ തണുപ്പുണ്ടാവില്ല. രാമക്കൽമേടിൽ ചെന്നാൽ ചിലപ്പോൾ തണുപ്പ്. ഓ 2005 അത് എന്ത് ഈ വളിച്ച കോമഡി. അതിപ്പോ കേൾക്കണമെന്ന് എങ്ങനെ വേണം എടുക്കാം. വണ്ടി വന്നല്ല. നില്ലേ എവിടെ പോയി കിടക്കാനാ? ഡിക്കി കൊടുക്കുക വേഗം. റെസിഡന്റ് അസോസിയേഷനിൽ ഒരു കുഞ്ഞു പോലെ ഈ ട്രിപ്പിനെ പറ്റി അറിയുന്ന മിനിച്ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, സുബിയോട് പറഞ്ഞേരെ, ആരോടും പറയണ്ടാന്ന്. എങ്ങോട്ടാടാ സുബി? പതിവില്ലാതൊരു ട്രിപ്പ്. എല്ലാരും ഉണ്ടല്ലോ. എന്റെ അമ്മായിയുടെ ഉത്തമ ചേട്ടാ, അത് ഞങ്ങൾ പോവാ. അത് ശരി. അപ്പൊ കരക്കാരുടെ വണ്ടിയും പൊക്കിക്കൊണ്ട് മൂന്നും കൂടി നാട് വിടാനുള്ള പരിപാടിയാണല്ലേ? ഒരു കാര്യം പറഞ്ഞ വ്യക്തമായിട്ട് പറ ഉത്തമ ചേട്ടാ. ഞങ്ങൾ ടൂർ പോവാ രാമക്കൽമേട്ടിലേക്ക്. മിനി ചേച്ചി ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നെ. മിനിയോ? ഫ്രീ ആയിട്ട്. അത് ശരി. അപ്പൊ 2 വഞ്ചിയിൽ കാല് കുത്താനുള്ള പരിപാടിയാണല്ലേ? ഓ, നിനക്കൊക്കെ വേണ്ടി ചെലവാക്കിയ കാശ് വേസ്റ്റ് ആയി പോയല്ലോടാ. ഉത്തമ ചേട്ടൻ കാശ് വേസ്റ്റ് ആവൂലെന്നേ. ഞങ്ങള് മിനിയുടെ കീശ കാലിയാക്കാനുള്ള പരിപാടിയാ. അതെങ്ങനെ? ഉത്തമ ചേട്ടാ, ഓന്തോ നിറം മാറൊന്നും കേട്ടിട്ടില്ലേ? അതാണല്ലോ ഞാനിപ്പോ ഇവിടെ കണ്ടോണ്ടിരിക്കണത്. തെറ്റിദ്ധരിക്കാതെ. അങ്ങനെയല്ല. ഉത്തമ ചേട്ടൻ നോക്കോ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആ മിനിയുടെ ചോര നീര് ഊറ്റി കുടിച്ചിട്ട് എങ്ങോട്ട് തിരിച്ചു വരൂ. ചോര നീര് ഊറ്റി കുടിക്കാൻ നീ എന്നാ വല്ല ഡ്രാക്കുളേറ്റാണ്? അതല്ലെന്ന്, ചേച്ചിയുടെ പോക്കറ്റ് കാലിയാക്കിയിട്ട് ഞങ്ങൾ വരുള്ളൂ. വിശ്വസിക്കാവോ? വിശ്വാസം അതല്ലേ എല്ലാം. എന്റെ ഉത്തമ ചേട്ടൻ ഇത് വിശ്വസിച്ചേ പറ്റൂ. തീപ്പെട്ടി ഉരച്ച് കത്തിച്ചിട്ട് ഞങ്ങൾ ഇനി പോരത്തുള്ളൂ. നടന്നാ മതി. നടക്കും. അപ്പൊ ഇനി പറഞ്ഞ സമയം കളയുന്നില്ല, ഞങ്ങൾ നടക്കട്ടെ. നിങ്ങൾ 4 വീട്ടിലും കൂടി തീപ്പെട്ടി കൊടുക്കണം. ഇനി ഉറങ്ങിയാൽ മതി. ഇറങ്ങി വാ, സ്ഥലമെത്തി. വാ സജേഷേ, സുബി, ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? കാടും മലയും ഒന്നും കണ്ടോണ്ട് സാധനം ഒപ്പിക്കണ്ടേ? അതിനുള്ള വഴി നോക്ക്. കാശ് വേണ്ടടവേ. അതിനൊരു വഴിയുണ്ട്. കാശ് വരുന്ന വഴി നിങ്ങൾ കണ്ടോ? അങ്കളേ, ചേട്ടാ വൈകിട്ട് ഭയങ്കര തണുപ്പാ. ക്യാമ്പ് ഫയർ നടത്തണം. നമുക്ക് വിറക് വാങ്ങിക്കണം. 2000 രൂപ. എന്റെ പൊന്ന്, വിറകെല്ലാം ഇവിടെ റെഡിയാണ്. അല്ലോ സാറേ. അല്ല, വൈകുന്നേരം ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണ്ടേ? അതിന് 2000 തായോ? അയ്യോ, ഭക്ഷണം എല്ലാം ഇവിടെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അല്ല, ഈ സോപ്പ്, ചീപ്പ്, തോർത്ത്, അതൊക്കെ മേടിക്കണ്ടേ? അയ്യോ, അതെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഞാൻ മുമ്പേ വാങ്ങി വെച്ചിട്ടുണ്ട്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നല്ലേ? അതെ, വല്ലതും നടക്കുമോ? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഇതൊന്നും ഇവിടെ നടക്കുമല്ല. പോവാ നമുക്ക്. ഇത് ഏതും ഒരു അയ്യേ കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാനമല്ലോ. വാ റൂമിൽ പോവാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ നിൽക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയർച്ചയിലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ അടിച്ചു പൊളിക്കാനും തീർത്തും ഡ്രൈഡേ ആവും എൻ്റെ ഈശ്വര. കരുനാക്കടുത്ത് വിളിക്കാതാ. ഇപ്പൊ എന്താ ചെയ്യാ? അതെ,
ഞാനൊരു പൈറ്റ് വെയിറ്റ് നോക്കട്ടെ. ആ നിൽക്കണമെങ്കിൽ നമ്മളൊന്ന് തരാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ 4000 അടി പൊക്കമുള്ള ഒരു കോട്ടേജിലാണ് ഗൈസ്. നിന്നോട് ആരാ പറഞ്ഞത് 4000 അടി ഉയരത്തിലാന്ന്? അല്ല, എനിക്കൊരു ഊഹം തോന്നി. എന്ത് ഊഹം? നിനക്ക് 4 അടിയുടെ കുറവുണ്ട് കേട്ടാ. ഉദ്ദേശം വെച്ച് പറയാൻ നീ കാലാവസ്ഥ കൃഷ്ണ എന്റെ പേരെന്താ? ആദ്യം ആദ്യമാണ് രണ്ടാമത്തെ പേരില്ലേ? എന്റെ പേരാ പറഞ്ഞ ആദ്യം. അതൊക്കെ പോട്ടെ. നിനക്ക് ട്രക്കിങ്ങിന് പോകണോ? നിനക്ക് കമ്പം പോകണോ? രാമക്കൽമേട് വേണോ? കാറ്റാടിപ്പാടം കറങ്ങണോ? എടാ ഇവിടെയൊക്കെ പോയി ബ്ലോഗ് ചെയ്യടാ. നിന്റെ ചാനലിന്റെ പേരെന്താന്ന് പറഞ്ഞേ? 8 മീഡിയ. എന്നിട്ട് 2 കാലേ ഉള്ളല്ലോ. ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോകാൻ നിന്റെ അച്ചാച്ചനെ അറിയിച്ച സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല. ഇവിടെ വന്ന് കിടന്ന് ഈ വെച്ചുണ്ടാക്കി ഈ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തി പോയാ മതിയോ മോനെ? 2000 സംഘടിപ്പിക്കും. എന്റെ മാമിയോട് ചോദിച്ചാൽ മതി, കാശ് തരും. അതന്നെ. എന്ത് പറഞ്ഞു ചോദിക്കും? മൊബൈലിലെ ഡിസ്പ്ലേ പൊട്ടിയെന്നൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ ഇന്നലെ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഓ അനിയത്തൊക്കെ ശീലമായിക്കോളും. നീ പോയി അങ്ങോട്ട് വേഗം പറഞ്ഞേ. ചെല്ലടാ ചെല്ലടാ. ചെക്കന്മാരെ നമുക്ക് ഇവിടെ ഒന്ന് കറക്കണ്ടേ? നാട്ടിലവന്മാർ കുറെ കറങ്ങി നടന്നതല്ലേ, ഒരു പണിയില്ലാതെ. നീ പറയൂല പണി നോക്കൂത്തെ. ദേ അവന്മാര് കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ജയമുള്ളൂ. നീ 2 കോഴിയെ മേടിച്ച് ഗ്രില്ല് വെച്ച് കരിച്ച് കുറെ വെറുതെ ഇങ്ങനെ കുത്തിച്ചാരി ക്യാമ്പ് ഫയർ നടത്തി പോകാൻ നോക്ക്. ഈ വീടിന്റെ അടുത്തൊന്നും വേറെ വീടൊന്നും ഇല്ല അല്ലേ? എനിക്കടങ്ങ് പേടിയാവുന്നു. ഈ ഒറ്റപ്പെട്ട വീട്ടില് ഭൂതും പ്രേതമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പേടിക്കുന്ന പോലെ ഈ ഒരു പൂച്ചയും പാത്രം തട്ടിമറിച്ചിട്ടാവുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താണോ? എനിക്കൊരു 2000 രൂപ വേണം. ഫോണിന്റെ ഡിസ്പ്ലേ പോയി. ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? ഡിസ്പ്ലേ പോയ ഫോണിൽ എങ്ങനെ ഒന്ന് ഇങ്ങനെ പറ്റണത് ഗൂഗിൾ പേ? ശേ, നീ പോയി ആ അലമാരിയില്ല അതിന്റെ ബാഗ് അതിങ്ങോട്ട് എടുത്തോണ്ട്. എന്താ അങ്കിൾ അവിടെ? എന്താ അങ്കിള്? എന്താ എന്താ? ആ ചെല്ലൊരു തുറക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. ആ എന്ത് തണുപ്പടപ്പാ. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഹേയ്, അവര് എന്തോ കണ്ട് പേടിച്ചിരിപ്പാന്നേ. ഇനി പുറത്തേക്ക് ഇറങ്ങും തോന്നണമൊന്നുമില്ല. എന്നാ പിന്നെ ഗ്ലാസും വെള്ളം എടുത്താലോ? ഒരു പണി ഒപ്പിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ. നീയേ പുറത്തെ പൈപ്പ് നിർത്താട്ടോ. മോണിക്ക അല്ല മോണിക്ക അല്ല മോണിക്ക. കുപ്പിന്റെ കുപ്പി എവിടെ പോയാ? പറഞ്ഞ കുപ്പിയാണല്ലോ രജിസ്റ്റർ നീ എടുത്തായിരുന്നോ? ഹേയ് അതിനുള്ളില്ല. എവിടെ പോവാനിപ്പോ? അയ്യോ, അവിടെ ജനലിന്റെ അടുത്തൊരു പെണ്ണ്. പെണ്ണോ? ആ ഞാൻ കണ്ടതാ. അവിടെ ജനലിന്റെ അടുത്തൊരു പെണ്ണ്. പേടിപ്പിക്കാൻ തോന്നിയായി. തോന്നിയാണെന്നോ? തോന്നിയതല്ല. തോന്നിയാണെങ്കിൽ പിന്നെ ഞാനും വീട്ടിൽ കണ്ടതോ? ഇന്നത്തെ കാലത്ത് ഈ ഭൂതം പറയാൻ പറഞ്ഞ ആരെയും വിശ്വസിക്കുവോ? അവിടെ